SIR എന്ന് പറയുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന ഓമന പേരിട്ട് വിളിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളെ റിമൂവ് ചെയ്യുന്ന പ്രക്രിയ ഇടതു പാർട്ടികൾ അഭിശക്തമായി എതിർക്കുന്ന ഒന്നാണ്. വോട്ട് ചോരി എന്ന പേരിട്ടുകൊണ്ട് നമ്മൾ നടത്തിയ വിപുലമായ ക്യാമ്പയിനുകളുണ്ട്. സുപ്രീം കോടതിയിൽ ഇപ്പോഴും കേസ് നടക്കുന്നു. ഇടതുപക്ഷം നയപരമായി ശക്തമായി അതിന്റെ പിന്നിൽ അപകടങ്ങളെ ചൂണ്ടിക്കാണിച്ചു. എങ്ങനെയാണ് ബീഹാറിൽ മാത്രം 60 ലക്ഷം മനുഷ്യർ പുറത്തായത്? ആ പുറത്തായവരിൽ നുഴഞ്ഞുകയറ്റക്കാരെന്ന് പറയുന്നവർ ആരും തന്നെയില്ല. ബംഗ്ലാദേശി ഒറിജിനായിരിക്കുന്ന 300 400 പേരെ ഉള്ളൂ ഈ 60 ലക്ഷത്തിൽ. ഈ കണക്കുകളും വ്യാപാരത്വവും ഒക്കെ നിൽക്കുമ്പോഴും നമ്മുടെ മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ വലിയ നുണപ്രചാരണം നടത്തി. അവർ പറഞ്ഞു ഇത് LDFന്റെ ഒരു സന്തതിയാണ് SIR. പിണറായി വിജയൻ മുൻകൈയെടുത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ അണികളുടെ ഒരു പ്രത്യേകത അറിയാം ചിലയിടങ്ങളിലെങ്കിലും. ഇത് വിശ്വസിക്കുന്നവരാണ് കുറെ പേരെങ്കിലും. ഇത്തരത്തിലുള്ള ധാരാളം കള്ളപ്രചരണങ്ങൾ നമ്മുടെ പല വീടുകളിലും നടന്നു. അവനെ LDFന് പ്രതിരോധിക്കാൻ സാധിച്ചോ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം ഇതാണെങ്കിലും നമുക്ക് പ്രതിരോധിക്കാൻ സാധിച്ചില്ല. ഒട്ടേറെ അപവാദ കഥകൾ വസ്തുതകളുമായി ബന്ധമില്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ പടച്ചുവിടുന്നത്, വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ വരുന്നത്, ഫേസ്ബുക്കിലൂടെ വരുന്നത്, അതാണ് വസ്തുത എന്ന് വിചാരിക്കുമ്പോൾ ധാരാളം ആളുകളുണ്ട്. ഇപ്പോ ഇവിടെ കൂടിയിരിക്കുന്ന ആയിരങ്ങൾ ഓരോരുത്തരും വാട്സപ്പും ഫേസ്ബുക്കും തുറക്കുമ്പോൾ നിങ്ങൾ കാണുന്ന അത്ഭുതകരമായൊരു ലോകമുണ്ടല്ലോ. ഓരോരുത്തരും തുറക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ ധാരാളം കാര്യങ്ങൾ കിട്ടും. ഇതിലൂടെ വരുന്നതാണ് ശരിയായ അറിവ് എന്ന് നമ്മൾ വിചാരിച്ചാൽ അവിടെ നമ്മുടെ കഥ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിൽ വരുന്ന പല അറിവുകളും വ്യാജമാണ് എന്നുള്ളതാണ് വസ്തുത. പൊടിപ്പും തൊങ്ങലും വെച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ വരുന്നു. ആ കാര്യങ്ങളെ ഒന്നും പലയിടങ്ങളിലും ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിന് നമുക്ക് സാധിച്ചില്ല. അതെല്ലാം ഉൾപ്പെടെയുള്ള ധാരാളം വിഷയങ്ങൾ ഈ ക്യാമ്പയിന്റെ ഭാഗമായി ചൂണ്ടിക്കാണിച്ചു. തുടർന്നാണ് അതിവിപുലമായ ഇതുപോലെ ഒരു വലിയ ബഹുജന സമ്പർക്ക പരിപാടിക്ക് ആയിരങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു യാത്രക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം തീരുമാനിച്ചത്.